നമ്മൾ ഡേ ടു ഡേ ഫുഡ് കഴിക്കുന്നു, നമ്മുടെ ആവശ്യമുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കുന്നു, അത് ഓട്ടോണമസ് ലിക്വിഡിറ്റി. പെട്ടെന്ന് നമുക്ക് പറയാണ് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, ഫുഡ് കഴിച്ചിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ ഇൻടേക്സ് അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ എടുക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. ആയോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ? അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മുൻവർഷങ്ങളിലെ 8 ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തപ്പോൾ ഏതൊക്കെ ഏരിയസ് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ ആ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഇനി വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും മുൻവർഷങ്ങളുടെ ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നമ്മളൊന്ന് ഇതൊക്കെ വരുന്നു നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ദേശീയ വരുമാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ നിന്ന് ഫോർമുലാസ്, അതായത് ഈ പറയുന്ന GDP FC കണ്ടെത്തുക, GDP MP കണ്ടെത്തുക, അതിന്റെ ഫോർമുലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് എന്ത് ചെയ്യുക, GDP FC കണ്ടെത്താൻ, MP കണ്ടെത്താനുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ നിന്ന് വരുന്നതാണ് GDP FC ആൻഡ് MPയും FCയും ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2-3 തവണ അതിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്, ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് നാഷണൽ ഇൻകത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ് പേഴ്സണൽ ഇൻകം. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദേശീയ വരുമാനത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. കൂടുതൽ ആവർത്തിച്ച് വരുന്ന പോർഷൻസ് ആണ് ഇത് 3 എന്ന് പറയുന്നത്. ഇനി അല്ലാതെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്താണ്, ഈ പറയുന്ന പോലെ NDP എന്ന് വന്നിട്ടുണ്ട്, അതുപോലെ NNP എന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റ ഫോർമുല ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഊന്നൽ കൊടുക്കാനുള്ളത് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് എത്താനുള്ള ഫോർമുല, ദെൻ പേഴ്സണൽ ഇൻകത്തിനകത്ത് എന്തൊക്കെ വരുന്നു, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനകത്ത് എന്തൊക്കെ വരുന്നു, ബാക്കിയുള്ള ഫോർമുലാസും കൂടെ എന്ത് ചെയ്യുന്നു ഒന്ന് നോക്കി വെക്കുക. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയും കൂടുതലാണ്. ഇത് നമുക്ക് എവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ 12th സ്റ്റാൻഡേർഡിലെ NCERT മാക്രോ എക്കണോമിക്സിന്റെ അതിനകത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലാസ് എല്ലാം അത്യാവശ്യം കിട്ടും. ഒരു 3 ഫോർമുലാസിനകത്ത് നമുക്ക് ഒതുക്കാൻ പറ്റും. ഈ പറയുന്ന GDP, NDP, NNP, GNP തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ 3 ഫോർമുലാസ്. അത് ഗ്രോസിൽ നിന്ന് നെറ്റ് ആക്കുക, അതുപോലെ തന്നെ നാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക് ആക്കുക, FCയിൽ നിന്ന് MP ആക്കുക. 3 ഫോർമുലാസ് ഉണ്ട്. ആ 3 ഫോർമുലാസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഫാക്ടർ കോസ്റ്റ് നിന്ന് മാർക്കറ്റ് പ്രൈസിലോട്ട് എത്താൻ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ. GDP at ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് GDP FC വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം, GDP FC എങ്ങനെ കിട്ടും, അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുള്ളതാണ് ഇതിന്റെ ഫോർമുല. ഇത് കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക നമ്മൾ. കാരണം ഇത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവര് യൂട്യൂബിൽ ആ വീഡിയോസ് കിടക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ്, അതിനകത്ത് നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കോൺസെപ്റ്റുകൾ. അപ്പൊ GDP MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ നമുക്ക് GDP FC കിട്ടും. അപ്പൊ അതാണ് ഫസ്റ്റ് ഫോർമുല. FC കിട്ടാൻ വേണ്ടി MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, ഇതാണ് ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി എങ്ങനെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും, എങ്ങനെയാ നമുക്ക് ഈ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടുന്നത്? ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡീസ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും. അപ്പൊ ഇൻഡയറക്ട് ടാക്സിന് സബ്സിഡീസ് കുറച്ചാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും. അപ്പൊ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ GDP FC കണ്ടെത്താൻ വേണ്ടി GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എങ്ങനെ കിട്ടുന്നു, ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡീസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി തിരിച്ചു ചോദിക്കുകയാണ്, GDP MP കണ്ടെത്താൻ ചോദിക്കുകയാണെങ്കിൽ എളുപ്പമല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, 80 എന്ന് പറയുന്നത് 100 മൈനസ് 20 ആണെങ്കിൽ 100 എന്ന് പറയുന്നത് 80 പ്ലസ് 20 അല്ലേ? അതുപോലെ GDP FC എന്ന് പറയുന്നത് MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിൽ GDP MP എന്ന് പറയുന്നത്
GDP FC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോർമുല കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് അങ്ങനെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കണ്ടല്ലോ, കാൽക്കുലേറ്റ് NNP-FC ഫ്രം ദ ഫോളോയിങ്. അത് നമ്മൾ ഇവിടെ പറഞ്ഞത് GDP-FC ആണ്, ഇവിടെ NNP-FC പറയുന്നുണ്ട്. NNP-FC അപ്പൊ നോക്കുക, FC അത് GDP ആണെങ്കിൽ NNP ആണെങ്കിൽ ആ മുകളിലുള്ള കാര്യം മാത്രമേ മാറുന്നുള്ളൂ. പക്ഷെ താഴെ FC തന്നെയാണ് തന്നിട്ടുള്ളതോ, മാർക്കറ്റ് പ്രൈസും ഇൻഡയറക്ട് ടാക്സും സബ്സിഡിയും. നേരത്തെ പറഞ്ഞ അതേ ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ. NNP-FC ആണ് നമുക്ക് വേണ്ടത് കണ്ടെത്താനുള്ളത്. ഇവിടെയും GDP-FC ആണ് കണ്ടെത്താനുള്ളത്. GDP-MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അതുപോലെ ഇവിടെ NNP-FC കണ്ടെത്താൻ NNP-MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അല്ലെ. ഇവിടെ NNP-MP ഉണ്ടോ? ഉണ്ട്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. അപ്പൊ എളുപ്പമല്ലേ, 5000. ഇനി നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ടോ? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല, പക്ഷെ ഇൻഡയറക്ട് ടാക്സും സബ്സിഡിയും ഉണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞു നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇൻഡയറക്ട് ടാക്സ് 400 മൈനസ് സബ്സിഡി 200. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200 കിട്ടും. ഇനി ഫോർമുല എന്താ? GDP-MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ NNP-MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. 5000 അല്ലേ NNP-MP, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എത്രയാ? 200 അല്ലേ. 5000 മൈനസ് 200, ഓപ്ഷൻ സി 400. ക്ലിയർ ആയോ? ഫോർമുല പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് കിട്ടുന്നതല്ലേ. എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വർഷം ഓർത്തിരിക്കേണ്ട, നിയമങ്ങൾ പക്ഷെ വർഷം ഓർത്തിരിക്കണം. അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്താ? 5 ഇയർ പ്ലാൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ എക്കണോമിക്സിൽ കൂടുതൽ ചോദ്യങ്ങളും കോൺസെപ്ച്വൽ ചോദ്യങ്ങളാണ്. അതായത് കോൺസെപ്റ്റ് അറിയുക, ഫോർമുല അറിയുക, സിമ്പിൾ ആയിട്ട് എന്താ 3 മുതൽ 4 വരെ മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും. പ്രിലിംസ് ക്ലിയർ ആകണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു മാർക്കായിരിക്കും അല്ലെ. ഒരു മാർക്കിന് പ്രിലിംസിന് പുറത്തു പോകുക അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ആവാതിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതിന് നിങ്ങളെ സഹായിക്കുന്നു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോയാൽ 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ പഠിച്ചത് മറന്നു പോകേണ്ട കാര്യമില്ല. കോൺസെപ്റ്റ് ആണ്, ഫോർമുലയാണ്, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഓർത്തിരിക്കും. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് FCMP. മനസ്സിലായല്ലോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. NNP-FC ആണെങ്കിലും GNP-FC ആണെങ്കിലും GDP-FC ആണെങ്കിലും അതുപോലെ തന്നെ NDP-FC ആണെങ്കിലും MP കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് NNP-MP ആണെങ്കിലും അതുപോലെ GNP-MP ആണെങ്കിലും GDP-MP ആണെങ്കിലും NDP-MP ആണെങ്കിലും MP കണ്ടെത്താൻ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്താൽ മതി. മുകളിലുള്ള കാര്യം മാറുന്നില്ലെങ്കിൽ, മനസ്സിലായല്ലോ, മുകളിലുള്ള NNP മാറുന്നില്ല, അപ്പുറത്തും NNP തന്നെയാണ്, MP മാത്രമേ മാറ്റമുള്ളൂവെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മാത്രമേ വരത്തുള്ളൂ. പക്ഷെ നിങ്ങളത് ചോദിക്കുകയാണ്, NNP-FC തന്നിട്ടുണ്ട്, GNP-MP കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മാത്രം കൂട്ടിയാൽ പോരാ, അവിടെ എന്തും കൂടെ കൂട്ടണം. ഇവിടെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, ഇവിടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും ആണ്. ഇവിടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല, ഡിപ്രീസിയേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ അത് മറ്റൊരു ഫോർമുലയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഫോർമുല എങ്ങനെയാ വരുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഫോർമുല വരുന്നത് ഗ്രോസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമുക്ക് നെറ്റ് എന്ന് പറയുന്ന സാധനമാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുന്നു. അപ്പൊ ഉദാഹരണം GDP മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ NDP കിട്ടും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NDP കിട്ടും. അവിടെ ആ കൂടെ മാറിയത് ഡിപ്രീസിയേഷൻ ആണ് വന്നത്. ഗ്രോസ് മാറി നെറ്റായി, അതിന് നമുക്ക് ഡിപ്രീസിയേഷൻ വേണം. ഇനി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, ഗ്രോസ് മാറി നെറ്റ് ആകാൻ ഡിപ്രീസിയേഷൻ. അപ്പൊ ഒന്നാമത്തെ ഫോർമുല നമ്മൾ പഠിച്ചു. FC മാറി MP ആകാൻ പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, ഗ്രോസ് മാറി നെറ്റ് ആകാൻ മൈനസ് ഡിപ്രീസിയേഷൻ അല്ലെ. ഇനി മൂന്നാമത് ഒരു കാര്യവും കൂടെ പറഞ്ഞാലോ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡൊമസ്റ്റിക് മാറി നാഷണൽ ആകാൻ പ്ലസ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം. എങ്ങനെയാ വരുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്ലസ് NFIA. പറഞ്ഞോളൂ. ഡൊമസ്റ്റിക് മാറി നാഷണൽ ആകുന്നു ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP. ഓക്കെ അല്ലെ. GDP-യുടെ കൂടെ NFIA കൂട്ടിയാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP ആയിട്ട് മാറും. അപ്പൊ 3 ഫോർമുലകൾ നമ്മൾ പഠിച്ച 3 ഫോർമുലകൾ അങ്ങ് എഴുതിയാലോ. അപ്പൊ ഒന്നാമത് ഗ്രോസ് മാറിയിട്ട് നെറ്റ് ആകാൻ വേണ്ടി ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നെറ്റ്. ഇനി നിങ്ങളൊന്ന് എഴുതി വെച്ചിരിക്കുക. അതിന് താഴെ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. അതായത്
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. ഒന്നാമത്തെ ഫോർമുല ആയല്ലോ. ഇത് ഏതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം? രണ്ടാമത്തെ ഫോർമുല, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിനുശേഷം ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നാഷണൽ കിട്ടണം അല്ലെ? ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA ആഡ് ചെയ്യുമ്പോൾ നാഷണൽ കിട്ടണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? GDP പ്ലസ് NFIA എന്ന് പറയുന്നത് എന്താണ്? GNP. ഡൊമസ്റ്റിക് മാറി നാഷണൽ ആയി ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് GDPFCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GDPMP കിട്ടും. അതായത് FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? MP കിട്ടും. ഇതാണ് മൂന്നാമത്തെ ഫോർമുല. ഒന്നാമത്തെ ഫോർമുലയിൽ എന്താ ചെയ്തേ? ഗ്രോസ് മാറി നെറ്റ് ആയി അല്ലെ? G മാറി N ആയി. ഒന്നാമത്തെ അക്ഷരം മാറ്റാൻ ഒന്നാമത്തെ ഫോർമുല യൂസ് ചെയ്തു, ഡിപ്രീസിയേഷൻ കുറച്ചു. അടുത്തെന്താ? ഡൊമസ്റ്റിക് മാറി നാഷണൽ ആയി. രണ്ടാമത്തെ അക്ഷരം മാറാൻ നമ്മൾ NFIA കൂട്ടി. ഇനി അടുത്ത് മൂന്നാമത്തെ ഫോർമുലയിൽ എന്താ? ഈ മൂന്നെണ്ണത്തിലും മാറ്റം ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടക്ഷരങ്ങൾ FCയിലും MP-യിലും മാറ്റം വരുത്താൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്തു. ഈ മൂന്ന് ഫോർമുലാസ് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഫോർമുലാസും ഒരുമിച്ച് ഒറ്റ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതായത് നമ്മൾ പഠിച്ച എല്ലാ ഫോർമുലാസും ഒറ്റ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതാണിത്. GDP at factor cost equal to, താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴാണ് GDP at factor cost കിട്ടുന്നത്? ഇതിന് നമുക്ക് എളുപ്പ വഴിയൊന്നുമില്ല. നമ്മൾ മുഴുവൻ ചെയ്ത് നോക്കുക തന്നെ വേണം. ഓരോ ഓപ്ഷൻസും എടുത്തിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് GNP. ഈ പറയുന്ന സ്റ്റെപ്പുകൾ എല്ലാം ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് GDPFC കിട്ടണം. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് എടുത്ത് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. GNP at മാർക്കറ്റ് പ്രൈസ്. അതായത് നമ്മൾ പറയുന്നത് എന്താ? GNPMP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ GNP എന്ത് കിട്ടും? GNPFC കിട്ടും. ഡൗട്ട് ഒന്നുമില്ലല്ലോ ആർക്കും? GNPFC കിട്ടും. മൈനസ് ഡിപ്രീസിയേഷൻ, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് നെറ്റ് കിട്ടും അല്ലെ? അപ്പോൾ NNPFC കിട്ടും ആണല്ലോ. ഇനി അടുത്ത് മൈനസ് NFIA, അതിൽ നിന്ന് മൈനസ് NFIA കുറയ്ക്കുന്നു. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു ഗ്രോസ് അല്ലെങ്കിൽ എന്താണ് നാഷണൽ പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ കൂടെ NFIA കൂട്ടിയാൽ നാഷണൽ ആകും അല്ലെ? ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA കൂട്ടിയാൽ നാഷണൽ ആകും. നാഷണലിന്റെ കൂടെ NFIA കുറച്ചാൽ നമുക്ക് എന്താകും? ഡൊമസ്റ്റിക് ആകും അല്ലെ? അപ്പോൾ NDPFC ആയി. ഇതാണ് നമുക്ക് ഫൈനൽ കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താ? GDPFC. അപ്പൊ ഇതാണോ കിട്ടിയത്? അല്ല, NDPFC ആണ് നമുക്ക് കിട്ടിയത്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓരോ വരിയായിട്ട് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് തെറ്റെന്ന് മനസ്സിലായി. ഇനി അടുത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കി. രണ്ടാമത്തത് NNP at മാർക്കറ്റ് പ്രൈസ്. അതായത് NNPMP പ്ലസ് ഡിപ്രീസിയേഷൻ അല്ലെ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമുക്കറിയാം. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് കിട്ടും. നെറ്റിന്റെ കൂടെ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ ഗ്രോസ് കിട്ടും അല്ലെ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്തായിട്ട് മാറും? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് MP-യിൽ ചേഞ്ച് ഒന്നും വരത്തില്ല, അതുപോലെ തന്നെ നിൽക്കും. ഇനി പ്ലസ് ഡിപ്രീസിയേഷൻ മൈനസ് NFIA, ഇതിൽ നിന്ന് NFIA കുറയ്ക്കുന്നു. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് NFIA. ഈ പറയുന്ന ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA കൂട്ടിയാൽ നാഷണൽ കിട്ടും. നാഷണലിൽ നിന്ന് NFIA കുറച്ചാൽ എന്ത് കിട്ടും? ഡൊമസ്റ്റിക് കിട്ടും. അപ്പോൾ GDPMP കിട്ടി. ഇനി മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ FC കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. GDPFC കിട്ടിയില്ലേ? GDP at ഫാക്ടർ കോസ്റ്റ് കിട്ടിയില്ലേ? ഇതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് തന്നെ നമ്മൾ പഠിച്ച 3 സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്യാൻ വരും. മനസ്സിലായില്ല? അപ്പോൾ ഒരു ക്വസ്റ്റ്യന് തന്നെ നമ്മൾ പഠിച്ച 3 സ്റ്റെപ്പുകൾ 3 ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ വരുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഇക്വേഷനും പഠിച്ചാൽ 1, 2, 3 ക്വസ്റ്റ്യന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? 3 ക്വസ്റ്റ്യന്റെയും ആൻസർ നമുക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്ന് ഈ 3 ഫോർമുലാസ് ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ നിങ്ങൾക്കത് സഹായകമാകും. അടുത്ത് ഇനി മറ്റൊരു ടോപ്പിക്കാണ്. നാഷണൽ ഇൻകത്തിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് നമ്മൾ നോക്കുന്നത്, പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകവും. അപ്പൊ നിങ്ങൾ അത് അടുത്ത് നോക്കിയിരിക്കുക. പേഴ്സണൽ ഇൻകവും
പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ദേശീയ വരുമാനത്തിനകത്ത് കുറെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, കുറെ ഐറ്റംസ് എക്സ്ക്ലൂഡഡ് ആണ്. എന്താ, ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ഐറ്റംസിന് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഐറ്റംസ് പക്ഷെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരുമാനമാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന വരുമാനവും ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, ഇത് രാജ്യം പോലെ ഇരിക്കുന്നില്ലേ നമ്മുടെ ഇന്ത്യ പോലെ, അപ്പൊ ഇന്ത്യക്ക് കിട്ടുന്ന വരുമാനം ദേശീയ വരുമാനവും ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പേഴ്സണൽ ഇൻകം ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദേശീയ വരുമാനത്തിനകത്ത് കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ അത് പേഴ്സണൽ ഇൻകത്തിലില്ല. പേഴ്സണൽ ഇൻകത്തിനകത്തുള്ള കുറെ കാര്യങ്ങൾ ദേശീയ വരുമാനത്തിലില്ല. അപ്പൊ നമ്മുടെ ദേശീയ വരുമാനമാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കൂട്ടുകയും കുറെ കാര്യങ്ങൾ കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടും. ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താ? പേഴ്സണൽ ഇൻകം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ഇൻകം. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നികുതി കൊടുക്കണം, ഗവൺമെന്റിന് നിർബന്ധമായിട്ട് ഫൈനുകളും പെനാൽറ്റിയൊക്കെ അടക്കണ്ടേ? അതൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള പൈസയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ കുറയ്ക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടത്തുള്ളൂ. അപ്പോൾ ദേശീയ വരുമാനം പ്ലസ് കുറച്ച് കാര്യങ്ങൾ മൈനസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദേശീയ വരുമാനം പ്ലസ് കുറച്ച് കാര്യങ്ങൾ മൈനസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേഴ്സണൽ ഇൻകം കിട്ടും. പേഴ്സണൽ ഇൻകം മൈനസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ദേശീയ വരുമാനത്തിന്റെ കൂടെ എന്തൊക്കെ കൂട്ടണം, എന്തൊക്കെ കുറയ്ക്കണം? ദേശീയ വരുമാനത്തിന്റെ കൂടെ നമ്മൾ കൂട്ടാനുള്ളത് ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടണം. കാരണം ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, പക്ഷെ ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ല. പെൻഷൻ, അതുപോലെ തന്നെ ഗിഫ്റ്റ്, സ്കോളർഷിപ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്, പക്ഷെ ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ല. അതിനെ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നു. ലോട്ടറി അടിക്കുന്നതിന് വിൻഫോൾ ഗെയിൻ എന്നാണ് പറയുന്നത്, പക്ഷെ അതും ട്രാൻസ്ഫർ പേയ്മെന്റിന്റെ ഭാഗമാണ്. ഇതൊന്നും ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ല, പക്ഷെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. മൈനസ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് വെച്ചാൽ കമ്പനികൾ കൊടുക്കുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. കമ്പനികൾ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ്, അത് ദേശീയ വരുമാനത്തിന്റെ ഭാഗമാണ്, പക്ഷെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കമ്പനികൾക്ക് ലാഭമുണ്ട്, ആ ലാഭത്തിന്റെ ഒരു വിഹിതം കമ്പനികൾ ജനങ്ങൾക്ക് ഇപ്പോൾ ലാഭവിഹിതമായും അതുപോലെ തന്നെ സാലറി ആയിട്ട് കൊടുക്കുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രത്യേക ഭാഗം അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. അത് ജനങ്ങളുടെ കൈ കിട്ടുന്നില്ല, പക്ഷെ ദേശീയ വരുമാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതും കുറയ്ക്കണം. ദെൻ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. അതായത് വീട്ടുകാർ അടയ്ക്കുന്ന പലിശ അടവുകൾ, അത് ജനങ്ങളുടെ കൈ വരുന്നതല്ല, അത് കമ്പനികൾക്കും ബാങ്കുകൾക്കൊക്കെ പോകുന്നതാണ്. അപ്പൊ അത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ദേശീയ വരുമാനത്തിന്റെ ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടി കോർപ്പറേറ്റ് ടാക്സും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് പേയ്മെന്റും കുറയ്ക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം. ശരിയല്ലേ? ട്രാൻസ്ഫർ പേയ്മെന്റ് പേഴ്സണൽ ഇൻകത്തിലൊപ്പം ആഡ് ചെയ്യുന്നു. ദേശീയ വരുമാനത്തിനൊപ്പം ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടുമ്പോഴാണ് നമ്മുടെ പേഴ്സണൽ ഇൻകം കിട്ടുന്നത്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം ആണല്ലോ. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്ന പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ് ഡയറക്ട് ടാക്സ് പേയ്മെന്റ്. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം എന്താണ്? നമ്മൾ പറഞ്ഞു പേഴ്സണൽ ഇൻകത്തിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുക. പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ കിട്ടുന്ന പൈസ, പക്ഷെ എന്റെ കയ്യിൽ കിട്ടുന്ന പൈസ മുഴുവനായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ടാക്സ് പേയ്മെന്റ്സും അതുപോലെ തന്നെ നോൺ ടാക്സ് പേയ്മെന്റ്സും കുറച്ചാലേ എനിക്ക് ഉപയോഗിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പൈസ, അതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അതിനകത്ത് നികുതി അടവുകളില്ല, നികുതി ഇതര അടവുകളില്ല, ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നികുതി ഇതര അടവുകൾ, നികുതി ഇതര അടവെന്ന് വെച്ചാൽ പെനാൽറ്റി, ഫൈന് ഗവൺമെന്റ് അടയ്ക്കുന്നില്ലേ, ഇതൊക്കെ ഒഴിവാക്കുമ്പോഴാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുക. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ്സ് ഡയറക്ട് ടാക്സ് പേയ്മെന്റ്. ശരിയാണോ? പേഴ്സണൽ ഇൻകം എക്സ്ക്ലൂഡ്സ്, കാരണം പേഴ്സണൽ ഇൻകം എന്ന് പറയുന്ന ഡയറക്ട് ടാക്സ് പേയ്മെന്റ് ഒഴിവാക്കിയതാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഓക്കെ അല്ലേ? 3 NNPFC ഇൻക്ലൂഡ് ഇൻഡയറക്ട് ടാക്സ് പേയ്മെന്റ്. നിങ്ങൾ തന്നെ പറഞ്ഞേ NNPFCയിൽ ഇൻഡയറക്ട് ടാക്സ് പേയ്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. NNPFCയിൽ ഇൻഡയറക്ട് ടാക്സ് പേയ്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല. NNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ചെയ്യുമ്പോഴാണ് NNPMB വരുന്നത്. NNPMBയിൽ ഇൻഡയറക്ട് ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷെ FCയിൽ ഇൻഡയറക്ട് ടാക്സ് ഉൾപ്പെട്ടിട്ടില്ല. NNPFC ഇൻക്ലൂഡ് ഇൻഡയറക്ട് ടാക്സ് പേയ്മെന്റ്. ഇത് ശരിയോ തെറ്റോ? തെറ്റ്. നമ്മൾ നോക്കിയ ഫോർമുല, അപ്പൊ ഒന്ന് മാത്രം ശരി, ഓൺലി എ ആണ്. ഓൺലി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ
പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകോയായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത്, നോട്ട് ട്രൂ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകോയി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയേ, ഇറ്റ് ഇൻക്ലൂഡ് റീറ്റൈൻഡ് പ്രോഫിറ്റ് ആൻഡ് എക്സ്ക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ആ വരി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് വരില്ലേ? പേഴ്സണൽ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് വരും. നമ്മളിവിടെ പറഞ്ഞു ട്രാൻസ്ഫർ പേയ്മെന്റ് വരും. അത് പിന്നീട് ഡിസ്പോസിബിൾ ഇൻകം ആകുമ്പോൾ അതിലും വരുമല്ലോ, വരും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ് ബട്ട് എക്സ്ക്ലൂഡ് റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ആണോ? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് വരും, പക്ഷെ റെന്റും ഇൻട്രസ്റ്റും എക്സ്ക്ലൂഡഡ് ആണ്. ശരിയാണോ? അല്ല, നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്, പക്ഷെ റെന്റ് ഇൻക്ലൂഡഡ് ആണ്. എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം? എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം, അതിനകത്ത് ഇൻട്രസ്റ്റ് വരുന്നില്ല, പക്ഷെ റെന്റ് വരും. റെന്റ് എന്ന് വെച്ചാൽ എന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാ, അപ്പൊ റെന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇറ്റ് ഇൻക്ലൂഡ് പേഴ്സണൽ ടാക്സ് ബട്ട് എക്സ്ക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അപ്പോഴും തന്നെ തെറ്റാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ് എക്സ്ക്ലൂഡ് ചെയ്താൽ അത് തെറ്റാണ്. 3 തെറ്റാണ്. 4 നോക്കി, ഇറ്റ് എക്സ്ക്ലൂഡ് പേഴ്സണൽ ടാക്സ്. ശരിയാണ്, പേഴ്സണൽ ടാക്സ് ഒഴിവാകുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ശരിയാണ്. 4 മാത്രമാണ് ശരി. 1, 2, 3 തെറ്റ്. നോട്ട് ട്രൂ ആണ് ഇവിടുത്തെ ആൻസർ. 1, 2, 3 ഓപ്ഷൻ സി ആണ്. അപ്പോൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം നിങ്ങളുടെ ഒരു ഫോക്കസ് ഏരിയ ആയിരിക്കണം. പേഴ്സണൽ ഇൻകം നിങ്ങളുടെ ഒരു ഫോക്കസ് ഏരിയ ആയിരിക്കണം. FC, MP, ആ 3 ഫോർമുലാസ് ഉണ്ടല്ലോ. FCയിൽ നിന്ന് MPയിലോട്ട് എത്താൻ, ഗ്രോസിൽ നിന്ന് നെറ്റിലോട്ട് എത്താൻ, നാഷണൽ നിന്ന് ഡൊമസ്റ്റിക്കിലോട്ട് എത്താനുള്ള 3 ഫോർമുലാസും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം നിങ്ങളുടെ ഫോക്കസ് ഏരിയ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ ഇൻകം എന്ന് പറയുന്ന. അപ്പൊ ഇതല്ല, ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, അതുപോലെ ഡൊമസ്റ്റിക്, നാഷണൽ, ഗ്രോസ്, നെറ്റ്, അപ്പൊ ഇത്തരത്തിൽ FC, MP ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക. അത് നോക്കിയിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇനി വരാം. അപ്പൊ നിങ്ങൾ ആ മാക്രോ എക്കണോമിക്സിന്റെ 12th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നോക്കിയിട്ട് പോവുക. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു പോർഷനിലോട്ട് കടക്കുന്നു. നാഷണൽ ഇൻകം കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമ്മൾ പറഞ്ഞു അതും നമ്മുടെ ഹോട്ട് ടോപ്പിക് ആണെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഹോട്ട് ടോപ്പിക് ആണ് RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. RBIയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത് ചോദിക്കുന്നത് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വരുന്നത്. അപ്പൊ നമുക്കറിയാം RBIയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം? ഒന്ന്, RBIയുടെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാകുക. RBIയുടെ ഫംഗ്ഷൻസിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാകുക. ബേസിക് ഐഡിയ ഉണ്ടാകാൻ നിങ്ങൾക്ക് നേരെ RBIയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഓക്കെ, RBIയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അവരുടെ ഫംഗ്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കാനുള്ളത് മോണിറ്ററി പോളിസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകുക. മോണിറ്ററി പോളിസി ടൂൾസ് ഏതൊക്കെയാണ്, അതുപോലെ മോണിറ്ററി പോളിസി കമ്മിറ്റീനെ പറ്റിയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മോണിറ്ററി പോളിസി ടൂൾസ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട്. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവിനകത്ത് വരുന്നതാണ് ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന CRR, SLR, ദെൻ റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത്രയും പറ്റി നല്ല വ്യക്തമായിട്ടുള്ള ധാരണ. പിന്നെ ബാങ്ക് റേറ്റ്, ഇത്രയും പറ്റി അത്യാവശ്യം, ബാങ്ക് റേറ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനെ പറ്റിയുള്ള നല്ല വ്യക്തമായിട്ടുള്ള ധാരണ വേണം. ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏതെന്നൊക്കെയെന്ന് അറിയാവോ? റിപ്പോയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, റിവേഴ്സ് റിപ്പോയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ബാങ്ക് റേറ്റിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, CRR, ദെൻ SLR, ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നത് നിങ്ങളുടെ വരുന്ന പ്രിലിംസ് എക്സാമിന് വളരെയധികം നിങ്ങളെ സഹായിക്കും എന്നുള്ളത് യാതൊരു ആശങ്കയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്നായിരിക്കും ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇനി കൂടുതൽ കഥകൾ പറയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. റിപ്പോ എന്താണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലെ? റിപ്പോ എന്താണ്? റീപർച്ചേസ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് റിപ്പോ. അതായത് നമ്മുടെ ബാങ്കുകളുണ്ടല്ലോ, ബാങ്കുകൾക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ അവർ നേരെ എങ്ങോട്ട് പോകും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് പറയും കുറച്ച് പൈസ തരണമെന്ന് പറയും. അപ്പോൾ റിസർവ് ബാങ്ക് പൈസ കൊടുക്കുന്നു, പക്ഷെ തിരിച്ച് എന്ത് വാങ്ങിച്ചു വെക്കുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങിച്ചു വെക്കുന്നു, പൈസ കൊടുക്കുന്നു. ഇതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ നിന്ന് വാങ്ങുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് ടേം ആണ്.
ഒരു 3 മാസത്തേക്കുള്ള ഒരു കുറഞ്ഞ കാലാവധിയിലാണ് റിപ്പോ നടക്കുന്നത്. അപ്പൊ എന്താണ്, ഞാൻ ബാങ്കാണ്, എനിക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ഞാൻ റിസർവ് ബാങ്കിന്റെ അടുത്ത് പോകും, എന്നിട്ട് നീ കുറച്ച് കാശ് തരണമെന്ന് പറയും. RBI പറയും നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഈട് തരണം, കൊളാട്രൽ തരണമെന്ന് പറയും. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി കൊളാട്രൽ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെന്റ് സെക്യൂരിറ്റി കൊളാട്രൽ ആയിട്ട് കൊടുക്കുമ്പോൾ RBI എനിക്ക് പൈസ തരുന്നു. 3 മാസം ഷോർട്ട് ടേം ആണ്, കുറഞ്ഞ കാലയളവിൽ ഞാൻ പൈസ തിരിച്ചു കൊടുക്കുന്നു. അതിന് കൊടുക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലത്തെ ഒരു സംഗതി RBI എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന സമയത്ത് ഞാൻ RBIയുടെ കയ്യിൽ, ഞാൻ ബാങ്കാണ്, ഞാൻ RBIയുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുന്നു, പൈസ കടം കൊടുക്കുന്നു, അതിന് വാങ്ങുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ക്ലിയർ ആണല്ലോ? രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ബാങ്ക് RBIയിൽ നിന്ന് കടം വാങ്ങുന്നത് റിപ്പോയും, RBI ബാങ്കിൽ നിന്ന് പൈസ മേടിക്കുന്നത് റിവേഴ്സ് റിപ്പോയുമാണ്. ഇതിന് രണ്ടിന്റെയും പലിശ നിരക്കാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്താണ് നമ്മൾ LAF എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ദ ബാങ്ക് റേറ്റ്. നമ്മുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റിനെക്കാളും കുറവായിരിക്കും. ഒരിക്കലുമല്ല, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. ആ ഒരു ഓർഡർ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഇനി മറന്നു പോകരുത്. ഏറ്റവും ഉയർന്ന റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് ആയിരിക്കും. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം പ്രധാനമായിട്ടും ബാങ്കുകൾക്ക് മേലൊരു പെനാലിറ്റി ഒക്കെ അടിക്കാൻ വേണ്ടി, പിഴയൊക്കെ ചുമത്താൻ വേണ്ടി ബാങ്ക് റേറ്റ് ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം പിഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന പലിശ ആയിരിക്കും അല്ലേ? അപ്പൊ ബാങ്ക് റേറ്റ് ആണ് ഇപ്പൊ ഏറ്റവും ഉയർന്ന റേറ്റ് എന്ന് പറയുന്നത്. അതിന് എപ്പോഴും തുല്യമായിരിക്കും MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അപ്പോൾ ബാങ്ക് റേറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും MSF. അപ്പൊ ഏറ്റവും വലുത് ബാങ്ക് റേറ്റും MSF ആയിരിക്കും. രണ്ടാം സ്ഥാനത്തുള്ളത് ഏതാണ്? രണ്ടാം സ്ഥാനത്ത് റിപ്പോ ആയിരിക്കും. രണ്ടാം സ്ഥാനത്ത് റിപ്പോ ആയിരിക്കും. മൂന്നാം സ്ഥാനത്ത് ഏതാണ്? മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ആണ്. മൂന്നാം സ്ഥാനത്ത് SDF റേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് റിവേഴ്സ് റിപ്പോ വരുന്നത്. ബാങ്ക് റേറ്റ്, MSF, താഴെ റിപ്പോ, SDF, റിവേഴ്സ് റിപ്പോ. ഓക്കെ അല്ലേ? ഇനി ഇറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ദ ബാങ്ക് റേറ്റ്. എപ്പോഴും ബാങ്ക് റേറ്റിനെക്കാളും കുറവായിരിക്കും. ശരിയല്ലേ? ഒന്ന് ശരി. ഇറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ ദ റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോനെക്കാളും കൂടുതലായിരിക്കും റിപ്പോ. അതും ശരിയാണ്. ഇറ്റ് ഫോക്കസ് ഓൺ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ നീഡ്. കുറഞ്ഞ കാലാവധിയിൽ പൈസ ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഈ പറയുന്ന RBIയുടെ അടുത്ത് പോകുന്നത്. ശരിയാണ്. നോ കൊളാട്രൽ ഈസ് ഇൻവോൾവ് വെൻ ഇറ്റ് ഈസ് ചാർജ്ഡ്. ഈ പറയുന്ന റിപ്പോ റേറ്റ് ചാർജ് ചെയ്യുമ്പോൾ കൊളാട്രൽ, ഈടൊന്നും വാങ്ങുന്നില്ല. തെറ്റല്ലേ? ഈടായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റി മേടിക്കുന്നുണ്ട്. 1, 2, 3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ബി. അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ കോൺസെപ്റ്റുകൾ നമ്മളെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, എൻട്രിയുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി മുൻവർഷത്തെ ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന സീരീസിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ എന്ത് ചെയ്യും? ക്ലിയർ ആയി പോകും. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ RBIനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇത് കൂടാതെ 12th സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ഇൻകത്തിന്റെ അതേ പുസ്തകം മാക്രോ, 12th സ്റ്റാൻഡേർഡ് മാക്രോ എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സിൽ മണി ആൻഡ് ബാങ്കിങ്, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു RBIനെ പറ്റിയും ഫംഗ്ഷൻസ്, ബാങ്കിങ്ങിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദ മണി സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മണി സപ്ലൈ കുറയ്ക്കാൻ കാരണമാകുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ അളവിനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ എന്തുമാത്രം കാശുണ്ടോ അതിനെയാണ് നമ്മൾ മണി സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. ജനങ്ങളുടെ കയ്യിലുള്ള കാശിന്റെ അളവിനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുന്നത്. താഴെ പറയുന്ന ഏതൊക്കെ മെഷേഴ്സ് ആണ് ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന പൈസയുടെ അളവ് കുറയ്ക്കുന്നതെന്നാണ് പറയുന്നത്? ഒന്നാമത് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുന്നു. പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI, അതായത് RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. ജനങ്ങളുടെ കയ്യിൽ ഇരിപ്പുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI മേടിച്ചിട്ട് ജനങ്ങളുടെ കയ്യിലോട്ട് കാശ് കൊടുക്കുന്നു. അപ്പൊ ജനങ്ങളുടെ കയ്യിലെ കാശ് കൂടുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കൂട്ടാൻ വേണ്ടിയല്ല. അപ്പൊ ഒന്നാമത്തെ തെറ്റ്. 2, സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI. ഇനി നേരെ തിരിച്ച്, RBIയുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി ജനങ്ങൾക്ക് വിൽക്കുമ്പോൾ ജനങ്ങൾ കയ്യിലെ കാശ് കൊടുക്കുന്നു, അപ്പം പൈസ കുറയും അല്ലേ?
ആണല്ലോ. നമ്മൾ നോക്കി RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ നമ്മൾ കയ്യിലുള്ള കാശ് കൊടുത്ത് സെക്യൂരിറ്റീസ് മേടിക്കും, അപ്പൊ നമ്മുടെ കയ്യിലെ കാശ് കുറയും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരി. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഇവിടെ വേറെ 1 only 2 only ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 തന്നെയാണ് ശരി. നമുക്ക് ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത്. ഇനി ഇത് വേണമെങ്കിൽ മൂന്നാമത്തെയും കൂടെ നോക്കാം. ബോറോയിങ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഫ്രം RBI. കേന്ദ്ര സർക്കാർ RBIയിൽ നിന്ന് പൈസ കടം മേടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കേന്ദ്ര സർക്കാർ RBIയിൽ നിന്ന് പൈസ കടം മേടിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ കൂടുതൽ കാശ് വരുന്നു. ആ കാശെടുത്ത് അവർ മാർക്കറ്റിൽ ഇടുന്നു. ആ പൈസ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും പൈസ കൂടുന്നു. നമുക്ക് വേണ്ട കൂട്ടുകയല്ല, കുറയ്ക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നിങ്ങൾ ഒന്നാമത് ഞാൻ പറഞ്ഞു ഈ റേറ്റുകളെ പറ്റി നോക്കുക, റിപ്പോ, റിവേഴ്സ് റിപ്പോ അതുപോലുള്ള കാര്യങ്ങൾ നോക്കുക, RBIയുടെ ഫംഗ്ഷൻ നോക്കുക. മൂന്നാമത് മണി സപ്ലൈ കൂട്ടുകയും മണി സപ്ലൈ കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി RBI ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, റിപ്പോ കൂട്ടുകയോ റിപ്പോ കുറയ്ക്കുകയോ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുമോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുമോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും അറിഞ്ഞിരുന്നാൽ മാത്രം ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, 3 ടൈപ്സ് ഓഫ് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തത് ദ മേജർ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ RBI ടു കൺട്രോൾ ക്രെഡിറ്റ്. നമ്മുടെ രാജ്യത്ത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പണപ്പെരുപ്പം അല്ലെങ്കിൽ വായ്പ നിയന്ത്രിക്കാൻ വേണ്ടി RBI ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഒന്ന് ബാങ്ക് റേറ്റ് നമ്മൾ പഠിച്ചു, ശരിയാണ്. CRR SLR നമ്മൾ പഠിച്ചു, ശരിയാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു, ശരിയാണ്. ഇത് 3 ഉണ്ട്. മനസ്സിലായല്ലോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ആർ കറക്റ്റ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അപ്പോ ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഈ പറയുന്ന പോലെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് മാത്രം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് മാത്രമല്ലാതെ ഏതൊക്കെ സാധനങ്ങളാണ് ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകണം. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, ഇത് കുറച്ച് ഇൻ ഡെപ്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഈ പറയുന്ന പോർഷനിൽ തന്നെയാണ് കുറച്ച് ഡെപ്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. Which is or are not correct in respect of autonomous liquidity related to liquidity adjustment facility. അതായത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, LAF എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓട്ടോണമസ് ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഓട്ടോണമസ് ലിക്വിഡിറ്റി, എന്താണ് LAF എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. LAF അതായത് അതിന്റെ പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. അപ്പൊ LAF എന്ന് പറയുന്നത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയാണ് നമ്മൾ LAF എന്ന് പറയുന്നത്. അതായത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന എക്കണോമി ജനങ്ങളുടെ കയ്യിലോട്ട് എന്ത് ചെയ്യുന്നത്? പൈസ എത്തിക്കുന്നതിനാണ് ലിക്വിഡിറ്റി. അതായത് നമ്മുടെ മണി സപ്ലൈ, ഈ പറയുന്ന എക്കണോമിയിലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള മണി സപ്ലൈയുടെ പൈസയുടെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പൈസയുടെ അളവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ കയ്യിലോട്ട് എന്തുമാത്രം കാശ് എത്തുന്നു അതിനാണ് ലിക്വിഡിറ്റി. അപ്പൊ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലോട്ടുള്ള കാശ് കൺട്രോൾ ചെയ്യുക. അപ്പൊ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശ് നിയന്ത്രിക്കുന്നതിനാണ് LAF, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ലിക്വിഡിറ്റി ഉണ്ട്: ഓട്ടോണമസ് ലിക്വിഡിറ്റി, ഡിസ്ക്രീഷണറി ലിക്വിഡിറ്റി. അപ്പോൾ ഓട്ടോണമസ് ലിക്വിഡിറ്റി, ഡിസ്ക്രീഷണറി ലിക്വിഡിറ്റി. ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം ഈ പറയുന്ന ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയുടെ ഭാഗമാണ് റിപ്പോ, അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ. ഇതെല്ലാം തന്നെ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയുടെ ഭാഗമാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഈ RBI നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയുടെ ഭാഗമാണ്. 2 തരത്തിലുണ്ട്, ഓട്ടോണമസും ഉണ്ട്, ഡിസ്ക്രീഷണറി ഉണ്ട്. ഓട്ടോണമസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഡേ ടു ഡേ ഫങ്ഷൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ എന്താണ്, ഒരു RBIക്ക് പെട്ടെന്ന് പൈസ ആവശ്യമായിട്ട് വന്നു, RBI റിപ്പോ ഉപയോഗിച്ച് കടം മേടിക്കുന്നു. ഇപ്പൊ ബാങ്കുകൾക്ക് പൈസ ആവശ്യമായിട്ട് വന്നു, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റിപ്പോ ഉപയോഗിച്ച് കടം മേടിക്കുന്നു. RBIക്ക് പൈസ ആവശ്യമായിട്ട് വന്നു, ഒരു റിവേഴ്സ് റിപ്പോ ഉപയോഗിച്ച് പൈസ മേടിക്കുന്നു. ഗവൺമെന്റിന് പൈസ ആവശ്യമായിട്ട് വരുന്നു, അവർ ഗവൺമെന്റ് സെക്യൂരിറ്റി വിറ്റിട്ട് കാശ് മേടിക്കുന്നു. ഇതെല്ലാം തന്നെ ഡേ ടു ഡേ ഫങ്ഷൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ ദിവസവും വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നില്ലേ? അത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണല്ലോ. അതാണ് ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബാങ്കുകളിൽ നിന്ന് RBIയിലോട്ടും RBIയിൽ നിന്ന് ബാങ്കിലോട്ടും ഫണ്ട് ഒഴുകുന്നതിനാണ് ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച്
മോണിറ്ററി പോളിസിയോ അങ്ങനെ ഒന്നും തന്നെ RBI പ്രഖ്യാപിക്കുന്നില്ല. പ്രത്യേകിച്ച് പോളിസിയുടെ ഭാഗമായിട്ട് പൈസ കൂട്ടണമെന്നോ കുറയ്ക്കണമെന്നോ മനഃപൂർവ്വം തീരുമാനിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനമല്ല ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് RBIയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ബാങ്കുകളിൽ നിന്ന് RBIയിലോട്ടും RBIയിൽ നിന്ന് ബാങ്കിലോട്ട് വരുന്ന പൈസയാണ് ഓട്ടോണമസ് ലിക്വിഡിറ്റി. അതേസമയം ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയുടെ ഭാഗമായി ഈ പറയുന്ന പോലെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കണമെന്ന് RBI തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് അബ്സോർബ് ചെയ്യണമെന്ന് RBI തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനമാണ് ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ഫുഡ് കഴിക്കുന്നു, നമ്മുടെ ആവശ്യമുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കുന്നു, അത് ഓട്ടോണമസ് ലിക്വിഡിറ്റി. പെട്ടെന്ന് നമുക്ക് പറയാണ് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, ഫുഡ് കഴിച്ചിട്ടും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ ഇൻടേക്സ് അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ എടുക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കുറവുള്ളത് കൊണ്ട് നമ്മൾ വൈറ്റമിൻസ് കഴിക്കുന്നു ആണല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഗുളിക കഴിക്കുന്നു. അത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമല്ല, എന്തോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റിപ്പോ കൂട്ടുന്നു, റിവേഴ്സ് റിപ്പോ കുറയ്ക്കുന്നു, ഷെയർസ് ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നു, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുന്നു. അതെല്ലാം തന്നെ ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റിയുടെ ഭാഗമാണ്. മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി. പൊതുവെ ഡേ ടു ഡേ ഫംഗ്ഷൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടുമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ താഴെ പറയുന്നവയിൽ നോട്ട് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഓട്ടോണമസ് ലിക്വിഡിറ്റി. ഓട്ടോണമസ് ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നോട്ട് ട്രൂ, ശരിയല്ലാത്തത്. ഓട്ടോണമസ് ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതല്ല ചോദിച്ചത്, ശരിയല്ലാത്തത്. അപ്പൊ ശരിയല്ലാത്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് liquidity flow that flows to commercial banks without monetary policy. മോണിറ്ററി പോളിസി ആക്ഷന്റെ ഭാഗമല്ലാതെ നോർമലി ബാങ്കുകളിൽ നിന്നുണ്ടാകുന്ന പൈസയുടെ ഫ്ലോ, അതെന്താണ്? ഓട്ടോണമസ് ലിക്വിഡിറ്റി ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഓട്ടോണമസ് ലിക്വിഡിറ്റി. പക്ഷെ അത് ശരിയാണ്, നമുക്ക് വേണ്ട തെറ്റാണ്. രണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോ ഫ്രം RBI ടു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. രണ്ടാമത് പറയുന്നത് എന്താ? ഇതെന്ന് പറയുന്നത് പോളിസി ഇൻഡ്യൂസ്, മോണിറ്ററി പോളിസിയുടെ ഭാഗമായി RBIയിൽ നിന്ന് ബാങ്കുകളിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ആണോ? അല്ല, അത് ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി ആണ്. മൂന്ന്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോസ് എറൈസ് ഫ്രം റെഗുലർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ ആസ് എ കറൻസി അതോറിറ്റി. ഇതെന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോട്ട് വരുന്ന പൈസ, പോകുന്ന പൈസ, ഒരു നോർമൽ ഡേയിൽ സെൻട്രൽ ബാങ്ക് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഒരു നോർമൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുമ്പോൾ വരുന്ന ബാലൻസ് ഷീറ്റിലോട്ട് ഉണ്ടാകുന്ന പൈസയിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഓട്ടോണമസ് ലിക്വിഡിറ്റി. കാരണം വലിയ പരിപാടികളൊന്നും അവർ ചെയ്യുന്നില്ല, നോർമൽ സെൻട്രൽ ബാങ്ക് RBIയുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ വരുന്ന പൈസ ഓട്ടോണമസ് ലിക്വിഡിറ്റി. നാലാമത്, ഇറ്റ് ഇസ് എ സം ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോ ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് മണി മാർക്കറ്റ് ഓപ്പറേഷൻ. മണി മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നു, വാങ്ങുന്നു, ഇതെല്ലാം തന്നെ മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. അതിന്റെ ഭാഗമായി ചെയ്യുന്ന എന്താണ്? അത് ഡിസ്ക്രിഷണറി ലിക്വിഡിറ്റി. അപ്പൊ രണ്ടെണ്ണം ഓട്ടോണമസും രണ്ടെണ്ണം ഡിസ്ക്രിഷണറിയും. ഓട്ടോണമസ് അല്ല നമുക്ക് വേണ്ടത്, ശരിയല്ലാത്തത്. അപ്പൊ 1, 2, 3 ഓട്ടോണമസുമായിട്ട് ബന്ധപ്പെട്ടതാ, പക്ഷെ 2, 4 ഡിസ്ക്രിഷണറി ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ 2, 4 ശരിയല്ലാത്തത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കാരണം നോട്ട് കറക്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഫിസ്ക്കൽ പോളിസി, അതുപോലെ ടാക്സേഷൻ, പ്ലാനിങ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.